നൂറ്റാണ്ടുകളായി നമ്മൾ വിഷുക്കണി കാണുന്നു. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഐശ്വര്യം നിറയ്ക്കാൻ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം തന്നെ നമ്മുടെ കൺമുന്നിൽ ആദ്യം വരുന്നത്? വെറുമൊരു വിശ്വാസത്തിനപ്പുറം ഇതിന് പിന്നിൽ ഭയപ്പെടുത്തുന്നതും എന്നാൽ അതിശയിപ്പിക്കുന്നതുമായ ഒരു ഐതിഹ്യമുണ്ട്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആ രഹസ്യം അറിയണോ? എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. രഹസ്യങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ മിസ്റ്റിക് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് അമർത്തിയേക്കൂ. വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ഓടിയെത്തുന്നത് കൊന്നപ്പൂക്കളും ഗുരുവായൂരപ്പന്റെ ആ പുഞ്ചിരിയുമാണ്. ഇതിനു പിന്നിൽ ഭഗവാൻ തന്റെ ഭക്തന് നൽകിയ ഒരു വാക്കുണ്ട്. ആ കഥ തുടങ്ങുന്നത് ഒരു കൊച്ചു ബാലനിലൂടെയാണ്. പണ്ട് ഗുരുവായൂരിൽ ഭക്തിയോടെ ഭഗവാനെ സേവിച്ചിരുന്ന ഒരു ഉണ്ണിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അവൻ ചോദിച്ച ഓരോ ചോദ്യത്തിനും ഭഗവാൻ നേരിട്ട് ഉത്തരം നൽകിയിരുന്നു. വിഷുപ്പുലരിയിൽ തനിക്ക് നൽകാൻ ഒന്നുമില്ലാതെ കരഞ്ഞ ആ ഉണ്ണിക്ക് ഭഗവാൻ തന്റെ സ്വർണ്ണ അരഞ്ഞാണം അഴിച്ചു നൽകി. പിറ്റേന്ന് കൊന്നമരത്തിൽ സ്വർണ്ണപ്പൂക്കളായി വിരിഞ്ഞു എന്നാണ് ഐതിഹ്യം. ആ സ്വർണ്ണപ്പൂക്കൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളെ തേടി വരും. പക്ഷെ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഗുരുവായൂരിലെ വിഷുക്കണി ദർശനം വെറുമൊരു ചടങ്ങല്ല. ഇതിന് പ്രപഞ്ചത്തിലെ ഊർജവുമായി വലിയൊരു ബന്ധമുണ്ട്. വിഷു എന്ന് കേൾക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ നമ്മുടെ ഉബോധമനസ്, സബ്കോൺഷ്യസ് മൈൻഡ് ഒരു സ്പോഞ്ച് പോലെയാണ്. ആ സമയത്തെ കണ്ണു തുറന്ന് നമ്മൾ ആദ്യം കാണുന്ന ദൃശ്യം എന്താണോ, ആ ദൃശ്യത്തിന്റെ ഊർജം നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആഴത്തിൽ പതിയും. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ അമ്മയോ ഭാര്യയോ ഒരുക്കിയ കണി ഞാൻ കണ്ടാൽ പോരെ എന്ന്. തീർച്ചയായും മതി. പക്ഷേ സ്വന്തം കൈകൊണ്ട് അത് ചെയ്യുമ്പോൾ അവിടെ വലിയൊരു താന്ത്രിക രഹസ്യമുണ്ട്. നമ്മൾ സ്നേഹത്തോടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയില്ലേ? അതുപോലെയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കൈകളിലൂടെ ആ കണിക്കൊന്നയിലും നാളികേരത്തിലും സ്വർണത്തിലും സ്പർശിക്കുമ്പോൾ സംഭവിക്കുന്നത്. ജ്യോതിഷപ്രകാരം നമ്മുടെ കൈകളിലാണ് നമ്മുടെ കർമ്മം ഇരിക്കുന്നത്. സ്വന്തം കൈകൊണ്ട് ഭഗവാൻ സേവ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത പല പാപകർമ്മങ്ങളും അവിടെ നശിച്ചു പോകും. ആ നിലവിളക്ക് നിങ്ങൾ തെളിയിക്കുമ്പോൾ മാറുന്നത് നിങ്ങളുടെ വീട്ടിലെ ഇരുട്ടല്ല, മറിച്ച് നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും നിലനിൽക്കുന്ന തടസ്സങ്ങളാണ്. പലരും ചോദിക്കാൻ, പ്രപഞ്ചത്തിലെ ഏറ്റവും പോസിറ്റീവ് ഊർജം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ തെളിയിക്കുന്ന ആ ദീപം ഒരു കാന്തം പോലെ സൗഭാഗ്യങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിക്കും. ഇത് വെറുമൊരു ആചാരമല്ല, ഒരു പുതിയ തുടക്കമാണ്. ഭഗവാൻ കൃഷ്ണൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ തയ്യാറാണ്. പക്ഷെ ആദ്യത്തെ ആ കാൽവെപ്പ് അത് നിങ്ങൾ തന്നെ നടത്തണം. ഈ വിഷുവിന് നിങ്ങൾ ഗുരുവായൂർ ദർശനത്തിന് പോകുന്നുണ്ടോ? അതോ വീട്ടിലാണോ കണി? നിങ്ങളുടെ ഓർമ്മകൾ താഴെ കമന്റ് ചെയ്യൂ. ഭഗവാൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എൻ്റെ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. നന്മയും ഐശ്വര്യവും എല്ലാവരിലും എത്തട്ടെ. മറ്റൊരു രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം.